ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള ന്യായാധിപന്മാരുടെ പുസ്തകം 15:14. അവൻ ലേഹിയിലെത്തിയപ്പോൾ, സാംസൺ ലേഹിയിലെത്തിയപ്പോൾ അവനെ കാണുവാൻ ആളുകൾ ആർപ്പുവിളികളോടെ എത്തി. ദൈവത്തിൻ്റെ ആത്മാവ് അപ്പോൾ അവനിൽ ആവസിച്ചു. അവനെ ബന്ധിച്ചിരുന്ന കയർ ചണനൂൽ പോലെ ആയിത്തീർന്നു. വളരെ നിസ്സാരമായി തോന്നുന്നൊരു കാര്യം, ശരിക്കും സ്വർഗീയമായൊരു ആഘോഷം. നമ്മൾ വിചാരിക്കും പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണെന്നല്ല. മനുഷ്യരെവിടെ സന്തോഷിക്കുന്നു അവിടെ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. നല്ല മനസ്സോടെ നീ നിന്റെ ഒരു സ്നേഹിതന്റെ കല്യാണത്തിന് ആർപ്പ് വിളിച്ചാൽ, ഒരു സന്തോഷം പ്രകടിപ്പിച്ചാൽ, കൈകൊട്ടിയാൽ, ചാടിത്തുള്ളിയാൽ അവിടെയൊക്കെ ആത്മാവുണ്ട്. കർത്താവിനെ മനഃപൂർവ്വം അവഗണിക്കാത്ത സ്ഥലങ്ങളിൽ, കർത്തൃനാമത്തിൽ ആനന്ദിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവാത്മാവ് പറക്കും. ആരവത്തോടെ ആർപ്പുവിളികളോടെ ലേഹിയിൽ ഫിലിസ്ത്യർ അവനെ കാണാനെത്തിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കെട്ടപ്പെട്ട സാംസണിൽ ആവസിച്ചെങ്കിൽ, നമ്മൾ ആർപ്പ് വിളിക്കുകയും ഒരു കല്യാണത്തിനോ ഒരു വിടുവഞ്ചരിപ്പിനോ ഒക്കെ ചെന്ന് നമ്മൾ സന്തോഷത്തിൽ കൈകൊട്ടുകയും പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരിലേക്ക് ആത്മാവ് ആവസിക്കും. അങ്ങനെ നിന്റെ കൈത്താളവും നിന്റെ കരഘോഷവും ആത്മാവ് പറക്കുന്ന വഴിയാകും. നോക്കിക്കേ, നിനക്ക് ആനന്ദം കിട്ടും കൈകൊട്ടി തുള്ളി പാടുമ്പം, മറ്റൊരാൾക്ക് ആത്മാവിനെ കൊടുക്കാനും കഴിയും. അങ്ങനെ ആത്മാവ് പറക്കാനിടവരട്ടെ. ആമേൻ ആമേൻ.